ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് ലോഞ്ച് ചെയ്ത റെനോ കൈഗറിലെ എവല്യൂഷൻ പ്ലസ് എന്ന് പറയുന്ന വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ്. ഇപ്പോൾ കൈഗറിൽ ടർബോ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ എവല്യൂഷൻ പ്ലസ് വേരിയന്റിലാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ ഈ ഓണത്തിന് 1,15,000 രൂപ വരെ ഓഫറാണ് കൈഗറിന് കൊടുത്തിരിക്കുന്നത്. ആ ഓഫറിന് ശേഷം എത്ര രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ റെനോ കൈഗറിൽ റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന എവല്യൂഷൻ പ്ലസ് വേരിയന്റ് ആണിത്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയാം. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മിഡ് വേരിയന്റിൽ തന്നെ റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 5 വേരിയന്റുകളിലാണ് ഇപ്പോൾ കൈഗറിൽ ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ഒതന്റിക്, സെക്കൻഡ് വേരിയന്റ് എവല്യൂഷൻ, പിന്നെ നിങ്ങൾ കടന്ന എവല്യൂഷൻ പ്ലസ്, പിന്നെ ഫോർത്ത് വേരിയന്റ് ആയിട്ട് ടെക്നോ, പിന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ട് എമോഷൻ. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമുക്ക് ഒരു പക്ക വെർത്തായിട്ടുള്ള ഒരു വേരിയന്റ് എന്ന് പറയാം. കാരണം സെഗ്മെന്റ് ബെസ്റ്റ് കുറെ ഫീച്ചേഴ്സ് ആ വേരിയന്റിൽ റെനോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വേരിയന്റിനെ പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മിഡ് വേരിയന്റ് എന്ന് പറയാം. കാരണം കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടർബോ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഈ എമോഷൻ പ്ലസ് വേരിയന്റിലാണ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ലുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്നുണ്ട്. ഫിഗറിൽ കാണാൻ ഭംഗിയുള്ള ഒരു കളറും ഈ ഒരു ബ്ലാക്ക് കളറാണെന്ന് പറയാം. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നമുക്ക് DRL LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ യൂണിറ്റ് ആയിട്ട് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോഗ് ലൈറ്റ് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 205 mm ആണ് ഫിഗറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ താഴത്തെ ബെമ്പറിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും, ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. റെനോയുടെ പുതിയ ലോഗോ കാണാം. ഇതിപ്പോൾ ടോപ്പ് എൻഡിൽ 360 ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഈ ഒരു ഗ്രില്ലിന്റെ പോർഷൻസ് എല്ലാം ക്ലോസ് ചെയ്ത രീതിയിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റിന് കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഫിഗറിന്റെ ഈ ഒരു വേരിയന്റിനെ പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് അത്യാവശ്യം ഭംഗിയുള്ള ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്രേ ഫിനിഷിലുള്ള വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195/60 R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമ്മളുടെ വീൽ ആർച്ച് പോലെ നമുക്ക് ആ ഒരു ക്ലാഡിങ് കാണാം. വശങ്ങളിലൂടെ താഴെ കൂടെയാണ് നമുക്ക് ആ ക്ലാഡിങ് പോയിരിക്കുന്നത്. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് വോക്കവേ ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഫീച്ചറോട് കൂടിയ സ്മാർട്ട് കീ ആണ് റെനോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിറേഴ്സിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീൽ കപ്പും കൂടിയും ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ഈ വാഹനം മാറും. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതൊരു സിൽവർ ഫിനിഷിൽ ഉള്ള റൂഫ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാനായിട്ട് പറ്റും. വേറെ സൺറൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്കിന്റെ വേറൊരു ഗ്രേ ഫിനിഷിന്റെ ഒരു ഡിസൈനും കൂടി ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം, ഇതിനകത്ത് ബാക്ക് വൈപ്പർ, വാഷർ, ഡീഫോഗർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വാഷർ, വൈപ്പർ, ഡീഫോഗർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കീജർ എന്ന് പറഞ്ഞ ബാഡ്ജിങ്, വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്കിവിടെ ടെയിൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റിവേഴ്സ് ക്യാമറ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാ കിഗർ വേരിയന്റുകളിൽ ഇതിനകത്താണ് ക്യാമറ വരാറ്, പക്ഷേ ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിൽ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. നമുക്ക് ബാക്കിലേക്ക് റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. 3 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 3 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിലും ആ ബെബറിന്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. അപ്പോൾ ഒരു ഫുൾ ബ്ലാക്ക് വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 336 ലിറ്ററിന്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ബൂട്ടാണ് കൈഗറിന് വരുന്നത്.
സ്പെയർ വീല് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള 165 ATR 14 ഇഞ്ച് വീൽസാണ് സ്പെയർ വീൽ ആ ഒരു റെഡ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. വേറെ എടുത്ത് പറയത്തക്ക സംഭവങ്ങളൊന്നും തന്നെ ബൂട്ടിൽ വരുന്നില്ല. എന്താണെങ്കിൽ പാഴ്സൽ ട്രേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്നും നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാക്കവേ ലോക്കാണ് അൺലോക്കാണ് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയർ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമ്മളുടെ ഈവൻ പുതിയ ഡസ്റ്ററിലൊക്കെ കാണുന്ന സിമിലർ കീയാണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫോളോ മി ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സ്പീക്കർ ഗ്രില്ല് കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ആ ഒരു ഡ്യുവൽ ടോൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്യൂൽ ലോഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. മാനുവൽ വേരിയൻ്റ് ആണ്. ഡെഡ് പെഡൽ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. എവല്യൂഷൻ പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓട്ടോ AC വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഡെയിലി യൂസിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് മൾട്ടി ഫംഗ്ഷനായ ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ അഡാർ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും RPM എല്ലാം ഒരു ലൈറ്റ് ഇൻഡിക്കേഷനോട് കൊടുത്തിരിക്കുന്നു. പിന്നെ നടുക്ക് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ട്രിപ്പ് ബൈ ട്രിപ്പ് റേഞ്ച് പോലെയുള്ള ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആ ക്ലസ്റ്ററിലെ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാഹനം സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഡൗൺ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്കത് തരും. TPMS ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം. അതിനകത്ത് ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് HD ക്ലാരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ഫിക്സഡ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. അത് ആ ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സെറ്റിങ്സ്, ഫീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി അതിനകത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ, സെറ്റിങ്സ്, അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വെഹിക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈവ് ഈക്കോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷാണ്. ഡാഷ്ബോർഡ് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു കളർ ടോണാണ് ശരിക്കും വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ് കാണാം, ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. അതിന് ചുറ്റുമുള്ള ഒരു ഇലിമിനേഷൻ വരുന്നുണ്ട്. നമ്മൾ പറയണം ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള നോൺ ടർബോ 1 ലിറ്റർ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കാണാം, ഒരു ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ എല്ലാം നമുക്കൊരു ലെതർ കവർ കാണാം. നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാം. പിന്നെ അടപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലൊരു ലെതർ സോഫ്റ്റ് ടച്ചാണ് വരുന്നത്. അതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള വളരെ വലിപ്പമുള്ളൊരു സെൻറ്റർ സ്റ്റോറേജ് കാണാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR beams കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. സെൻറ്ററിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടല്ല, വളരെ വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സാണ്. കൂടുതൽ ലൈറ്റ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ സെൻറ്ററിൽ ഇവിടെയെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തരുന്ന ഒരു ഇൻറ്റീരിയർ, അതായത് ഒരു വർത്തായിട്ടുള്ളൊരു വാഹനം ഈ ബഡ്ജറ്റിന്. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിൽ ഇവിടെയെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് നമ്മളുടെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ബാക്കിലേക്ക് AC വെൻസ് ഈ വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാനായിട്ട് പറ്റും. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് ഈ വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തൊരു കപ്പ് ഹോൾഡറും കാണാനായിട്ട്
പറ്റും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കയറിയിരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. കാലെല്ലാം അകത്തേറ്റ് വെച്ച് സുഖമായിട്ടിരിക്കാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളുടെ റെനോന്റെ കൈഗർ. കൈഗറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ടേ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. TPMS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. 100 PS പവറും 160 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് 5 സ്പീഡ് മാനുവൽ. ഈ വേരിയൻറ്റിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് CVT ഒക്കെ ഇതിൻ്റെ അടുത്ത വേരിയൻ്റ് ടെക്നോ വേരിയൻ്റ് തൊട്ടിട്ടാണ് CVT കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിലൊരു 13-നും 15-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ കാണുന്ന വാഹനം ഇതിൻ്റെ 1 ലിറ്റർ നോൺ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 72 PS പവറും 100 Nm ടോർക്കുമാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. 19.9 20 km/ലിറ്ററൊക്കെയാണ് ARI സർട്ടിഫൈഡ് മൈലേജ്. ഒരു 15-16 ആവറേജ് മൈലേജ് ലഭിക്കും. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, ഓൺ റോഡ് പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ഓണം ഓഫറായിട്ട് റെനോ കൈഗറിന് 1,15,000 രൂപ വരെ ടോട്ടൽ ബെനിഫിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 35,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട്, 15,000 രൂപയുടെ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്, 50,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, പിന്നെ കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെ മൊത്തം 1,15 വരെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ വേരിയൻറ്റുകളുടെയും ഓഫർ ചെറിയതായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് പ്രൈസിലേക്ക് പോകാം. ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്ന ഒതൻറ്റിക് വേരിയൻ്റ് ആണ്. 6,94,000 രൂപയാണ് ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫർ എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 6.5 ലക്ഷം രൂപയ്ക്ക് എന്താണെങ്കിലും ആ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്ന എവല്യൂഷൻ ആണ്. ആ വേരിയൻ്റ് തൊട്ടിട്ടാണ് നമ്മുടെ AMT ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവല്യൂഷൻ മാനുവലിന് 7,80,000 രൂപയും അതിൻ്റെ AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,31,000 രൂപയാണ് പ്രൈസ്. ഓഫറൊക്കെ കഴിയുകയാണെങ്കിൽ ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് ആ വാഹനം നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ്, ഇത്രയും വലിപ്പമുള്ള വലിയ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് വാഗണാറിൻ്റെ പ്രൈസിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതൊരു ബിഗ് പോസിറ്റീവാണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഈ എവല്യൂഷൻ പ്ലസ് എന്ന് പറയുന്ന തേർഡ് വേരിയൻറ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് വന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ മാനുവൽ വേരിയൻറ്റ് 8,31,000 രൂപ, അതായത് നമ്മളുടെ നോൺ ടർബോ വേരിയൻറ്റ്. ഈ വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് 8,84,000. ഒരു 8-10 ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ വാഹനം നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ടർബോ വേരിയൻ്റ് ആണെങ്കിൽ 9,35,000 രൂപ. അതായത് കൈഗറിൻ്റെ ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതാണ് 9,35,000. പിന്നെ വരുന്നത് ഫോർത്ത് വേരിയൻ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ബുക്കിംഗ് ഉള്ളൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോ വേരിയൻ്റ് ആണ്. അതിൻ്റെ മാനുവൽ 8,96, AMT ആണെങ്കിൽ 9,54, ടർബോ പെട്രോളിന് 10 ലക്ഷം രൂപ, അതിൻ്റെ CVT ആണെങ്കിൽ 11,14,000 രൂപ. പിന്നെ ടോപ്പ് എൻഡ് വരുന്ന എമോഷനാണ്. അതിലേക്കൊക്കെ പോകുന്നവർ എന്താണെങ്കിലും ടർബോ എടുക്കുകയുള്ളൂ. ആ വാഹനത്തിൻ്റെ ടർബോ മാനുവലിന് 11,04,000 രൂപയും അതിൻ്റെ CVT ഓട്ടോമാറ്റിക്കിന് 12.5 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ആ വാഹനം ഇപ്പോൾ ഏകദേശം ഒരു 11.5 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. കാരണം അത്യാവശ്യം എല്ലാ ഓഫറുകളും ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിന് എലിജിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. റെനോയിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. റെനോയുടെ കൈഗറിനല്ല, ഏത് വാഹനം ബുക്ക് ചെയ്യാൻ, ഈവൻ ഡസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കൈഗറിന് മാത്രമല്ല റെനോയുടെ എല്ലാ വാഹനങ്ങൾക്കും ഓണം ഓഫർ അവൈലബിൾ ആണ്. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.